കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ടുമൂടിയ കാർമേഘം തെളിഞ്ഞു വന്നത് ഏതാനും മണിക്കൂറുകൾ മുൻപാണ്. കണ്ണൂർ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിൽ കടുംപിടുത്തം വിട്ട് കെ സുധാകരൻ പാർട്ടിക്ക് വിധേയനായി. അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസിനെ ആകമാനം പിടിച്ചുലച്ച വിഷയമായി സുധാകര ചരിതം മാറിയിരുന്നു. ഇതുപോലൊരു സ്ഥിതി കൃത്യം 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെന്ന് പറയേണ്ടി വരും. കണ്ണൂർ സീറ്റിനെ ചൊല്ലി 30 വർഷങ്ങൾക്ക് മുൻപും ഇതേപോലൊരു തർക്കം ഉടലെടുത്തിരുന്നു. 1996 കോൺഗ്രസിൽ അരങ്ങേറിയ അതേ പ്രതിസന്ധിയുടെ തനിയാവർത്തനമാണ് 30 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. നമ്മളിവിടുന്ന് കൃത്യം 30 വർഷം പിറകോട്ട് നടക്കണം. ആ കാലയളവിൽ 18 വർഷത്തോളം കോൺഗ്രസിലെ അധികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന എൻ രാമകൃഷ്ണനായിരുന്നു കണ്ണൂർ DCCയുടെ അധ്യക്ഷൻ. അന്ന് CPMന്റെ നേതാവായിരുന്ന MVRനോട് പടവെട്ടിയിരുന്ന രാമകൃഷ്ണൻ കോൺഗ്രസുകാർക്കെല്ലാം ഹീറോ ആയിരുന്നു. കരുണാകരൻ മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രി, ലീഡറുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, അങ്ങനെ NRനെ വിശേഷിപ്പിക്കാൻ ബഹുമതികൾ ഏറെയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരിക്കൽ സാക്ഷാൽ NRനെതിരെ സ്വന്തം തട്ടകത്തിൽ നിന്നും ഒരു എതിരാളി ഉണ്ടായി. അതാണ് കെ സുധാകരൻ. 1992 കെ സുധാകരൻ DCC അധ്യക്ഷനാവുന്നത്. അതോടെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും സുധാകരനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. KC വേണുഗോപാലിന്റെ ആശീർവാദത്തോടെയാണ് കെ സുധാകരൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. താൻ കെട്ടിപ്പൊക്കിയ DCC ഓഫീസിന്റെ പടി കയറാനാവാത്ത വിധം നിസ്സഹായനായി NR മാറി. ഒടുവിൽ സ്ഥിതി വഷളാവുന്നത് 96 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തോടെയാണ്. എൻ രാമകൃഷ്ണന്റെ സിറ്റിംഗ് സീറ്റ് കെ സുധാകരന് കൊടുക്കാൻ പാർട്ടി തീരുമാനമായി. പാർട്ടി നിലപാട് അറിയിച്ചതോടെ NR തന്റെ വിശ്വസ്തരെ വിളിച്ച് ഒരു പ്രഖ്യാപനം നടത്തി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മത്സരിക്കാൻ പോകുന്നു. അങ്ങനെ 18 വർഷത്തോളം കണ്ണൂർ DCC പ്രസിഡന്റായിരുന്ന കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന എൻ രാമകൃഷ്ണൻ അന്ന് ഇടതുമുന്നണിയുടെ തണലിൽ കെ സുധാകരനെതിരെ അംഗത്തിനിറങ്ങി. എന്നാൽ ഫലം വന്നപ്പോൾ ജയം സുധാകരനൊപ്പമായിരുന്നു. അന്നു മുതൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ എന്ന യുഗം ആരംഭിക്കുകയായിരുന്നു. തന്റെ പ്രതാപകാലത്ത് NRന് DCC ഓഫീസിലേക്ക് പോലും കടക്കാനാകാത്ത വിധം പാർട്ടിയെ തന്റെ വരുതിയിലാക്കാൻ സുധാകരന് സാധിച്ചു. പിന്നീട് പാർലമെന്റ് അംഗമായപ്പോഴും തന്റെ അനുയായികളായ സണ്ണി ജോസഫിനും AP അബ്ദുള്ളക്കുട്ടിക്കുമെല്ലാം സീറ്റുകൾ വീതം നൽകി സുധാകരൻ കണ്ണൂർ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായി തുടർന്നു. ഇപ്പോൾ 30 വർഷങ്ങൾക്കിപ്പുറം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കണ്ണൂർ വീണ്ടും സമാനമായ രാഷ്ട്രീയ സാഹചര്യത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. MP സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കെ സുധാകരൻ താൽപര്യം പ്രകടിപ്പിച്ചതോടെ ചരിത്രം ആവർത്തിക്കുകയാണെന്ന തോന്നൽ ശക്തമായി. NRന്റെ മകൾ അമൃത ഉൾപ്പെടെയുള്ളവർ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കണ്ണൂർ സീറ്റിനായി കെ സുധാകരൻ നേതൃത്വത്തോട് കലഹിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. എന്നാൽ 1996 എൻ രാമകൃഷ്ണൻ എടുത്തതുപോലെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കെ സുധാകരൻ പോയില്ല എന്നത് കോൺഗ്രസിന്റെ വിജയമാണ്. തുടക്കത്തിൽ സീറ്റിനായി ഉറച്ചുനിന്ന സുധാകരൻ പിന്നീട് ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നതാണ് കണ്ടത്. കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ച TO മോഹനെ തന്നെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനും അദ്ദേഹം തയ്യാറായി. രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറാവാതെ പാർട്ടിയിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കുമെന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. 1996 എൻ രാമകൃഷ്ണൻ പാർട്ടിയോട് പിണങ്ങി ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ ഉണ്ടായ തകർച്ച സുധാകരന് നന്നായി അറിയാം. 30 വർഷം മുൻപ് താൻ NRൽ നിന്ന് പിടിച്ചെടുത്ത അതേ സീറ്റിന് വേണ്ടി ഇപ്പോൾ വാശി പിടിച്ചെങ്കിലും ഒടുവിൽ പാർട്ടിയുടെ ഐക്യത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു. 77 പിന്നിട്ട സുധാകരൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിൽ പക്വതയാർന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. എങ്കിലും പഴയ തലമുറയിലെ നേതാക്കൾ ഇപ്പോഴും ഈ സംഭവ വികാസങ്ങളെ ആശങ്കയോടെയാണ് കാണുന്നത്. സുധാകരനെ പിണക്കിയാൽ അത് കണ്ണൂരിലെ മറ്റ് മണ്ഡലങ്ങളെയും ബാധിക്കുമെന്ന ഭയം പലർക്കുമുണ്ട്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റും പേരാവൂരിലെ സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫിനെ പോലുള്ളവർക്ക് സുധാകരന്റെ പിന്തുണ അനിവാര്യമാണ്. 3 പതിറ്റാണ്ടായി സുധാകരന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊപ്പം സഞ്ചരിച്ച സണ്ണി ജോസഫിന് അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും സുപ്രധാനമാണ്. ചരിത്രം എൻ രാമകൃഷ്ണന്റേതുപോലെ ഒരു വിമത നീക്കത്തിലേക്ക് വഴിമാറുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം കെ സുധാകരൻ അയഞ്ഞു. AK ആന്റണിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നേരിട്ട് നടത്തിയ അനുനയ ചർച്ചകൾക്കൊടുവിൽ സുധാകരൻ തന്റെ വാശി ഉപേക്ഷിച്ചു. ഞാൻ കോൺഗ്രസുകാരനായി തന്നെ തുടരും, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അല്ലെങ്കിൽ മാറി നിൽക്കുമെന്ന് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മുൻ മേയർ TO മോഹനെ പ്രഖ്യാപിച്ചു. എന്റെ മുൻഗണന കോൺഗ്രസിന്റെ വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങിയത്. 1996 55-ാം വയസ്സിൽ NR സീറ്റിനായി പോരാടിയെങ്കിൽ ഇന്ന് 77-ാം വയസ്സിലും ആ പോരാട്ട വീരം ചോരാതെ സുധാകരൻ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ എൻ രാമകൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി പിളർത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോയില്ല എന്നത് ശ്രദ്ധേയമാണ്. 30 വർഷം കൊണ്ട് കാലചക്രം ഒരു വട്ടം പൂർത്തിയാകുമ്പോൾ പഴയ എതിരാളിയുടെ മകളുടെ പേര് വരെ ഉയർന്നുകേട്ട മണ്ഡലത്തിൽ സ്വന്തം അനുയായിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത് സുധാകരൻ ഒരു വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറിയാണ് ഒഴിവാക്കിയിരിക്കുന്നത്.